പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് ഒരു ദിവസം ഒരു സ്ഥലത്ത്. എടാ എനിക്ക് ലീവ് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ പ്രാരാബ്ദവും വള്ളിക്കെട്ടും ഒക്കെ കഴിയുമ്പോഴേക്കും മോളിന്ന് വിളി വന്നിട്ടുണ്ടാവും. പിന്നല്ല തകർക്കണ്ട് അച്ചായനിലെ ഓടികള്. അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കൂട്ടം ആളുകളോടൊപ്പം ഒരു ദിവസത്തെ ഒരു ക്യാമ്പിംഗ്. എന്റെ ഈ കൊച്ചു പരദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അട്ടപ്പാടി എന്ന് പറയുന്നത് ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല, അത് അനുഭവിച്ചറിയാനുള്ളത്. ആനമൂളി തുടങ്ങി ആനക്കട്ടി വരെ നീളുന്ന ആർക്കും പിടിതരാത്ത വല്ലാത്തൊരു നാട്. നിങ്ങൾ പരിചയക്കാർ മാത്രം സംസാരിക്കാനാണ് പിന്നെ ഇതിന്റെ ക്യാമ്പിന് വന്നത്. അപ്രതീക്ഷിതമായി കൂട്ടുകാരെ കണ്ട എക്സൈറ്റ്മെന്റിലല്ലോ കാണുന്നത്, എന്തോ ഭയക്കുന്നത് പോലെ. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. അവളുടെ പ്രസൻസ് വല്ലാത്തൊരു അൺകംഫർട്ടബിൾ ഫീല്. ഈ അഞ്ജുന് നിനക്ക് കുഴപ്പമുണ്ടോ? എന്നെ പൊന്നു വെച്ച ഇവരൊന്നും പരിചയപ്പെടരുത്. വെറുമണ്ണേ നമുക്കേ മൊത്തത്തിൽ ഈ മൂടൊന്ന് മാറ്റണം. ഇവിടെ കാടിനപ്പുറത്തുള്ള ഒരു ഗ്രാമത്തില് വർഷം തോറും നടന്നു വരുന്നൊരു ഉത്സവമുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ആചാരമാണ്. അപ്പൊ ഇനി വേറെ വർത്താനമില്ല, നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ ഒരു പ്ലാൻ ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ എന്നാച്ച് ഇപ്പൊ കൊഞ്ചം പണി പോലെ ഇരിക്കും സാർ. ചിലരങ്ങനെയാണ്. ആഗ്രഹിച്ചത് നേടാൻ പറ്റിയില്ലെങ്കിൽ മറ്റാർക്കും സ്വന്തമാവാത്ത വിധം അവരതിനെ ഇല്ലാതാക്കും.